നമസ്കാരം, സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. ഇന്ന് ഓപ്പൺ ടോക്കിൽ ചർച്ച ചെയ്യുന്ന വിഷയം അടുക്കള ജോലികൾ സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണോ എന്നാണ്. അപ്പോൾ നമുക്ക് കോഴിക്കോടത്തെ ജനങ്ങളോട് ബാക്കി അഭിപ്രായങ്ങൾ ചോദിക്കാം. ഓക്കെ, കമോൺ. അടുക്കള ജോലി സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണെന്നാണ് നമ്മളെ അഭിപ്രായം. എല്ലാവർക്കും തുല്യമാണ്, തുല്യ അവകാശമുള്ളതാണ്. പുരുഷന്മാരും കൂടി സഹായിക്കേണ്ടതാണ്. പുരുഷന്മാർക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ചെയ്യാലോ, കുഴപ്പമൊന്നുമില്ല. ചേച്ചി എന്ത് പേര്? രജില. പിന്നെ ഇന്നത്തെ ഓപ്പൺ ടോക്കിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അടുക്കള ജോലി സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണോ എന്നാണ്. അല്ല, പിന്നെ പുരുഷന്മാരും സ്ത്രീകൾ രണ്ടാളും ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. ഈക്വലായിട്ട്. അപ്പോൾ രണ്ടുപേർക്ക് അവകാശപ്പെട്ടതാണ് അടുക്കള ജോലി. എന്ത് പേര്? നാസർ. നാസർ. എന്താ പിന്നെ വിശേഷങ്ങളൊക്കെ സുഖം. ഇന്നൊരു ചോദ്യം ചോദിക്കാനാണ്. അടുക്കള ജോലി സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണോ? അടുക്കള ജോലി സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണെന്നാണ് നമ്മളെ അഭിപ്രായം. സ്ത്രീകൾക്ക് വിട്ടുകൊടുത്തുള്ളൂ. സ്ത്രീകൾക്ക് അവര് വീട്ടമ്മല്ല, അവരല്ലേ നോക്കേണ്ടത്. നമ്മള് പുരുഷന്മാരല്ലേ, നമ്മൾ പുറത്തിറങ്ങിയിട്ട് ജോലി ചെയ്യും. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ടാണ് അടുക്കള ജോലി. പിന്നെ അവരെന്തെങ്കിലും അസുഖ കാര്യങ്ങളൊക്കെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. മുഴുവൻ അവർക്ക് ഇതാക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവർക്ക് അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത്. എന്താ ചേച്ചിയുടെ പേരെന്താ? സ്മിത. സ്മിത. ചേച്ചിയുടെ? ശരണ്യ. ശരണ്യ. അടുക്കള ജോലി സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണോ എന്നാണ് ചോദ്യം. രണ്ടുപേർക്കും. നിങ്ങളുടെ അഭിപ്രായത്തിലോ? രണ്ടുപേർക്കും അവകാശപ്പെട്ടതാണ്. അതിന് അടുക്കള ജോലി സ്ത്രീകൾ മാത്രം അടുക്കളയിൽ ഒതുങ്ങി കൂടേണ്ടവരാണോ എന്നാണ് ചോദ്യം. അല്ല, രണ്ടുപേരും അവകാശപ്പെട്ട. മോന്റെ അഭിപ്രായത്തിലോ? രണ്ടുപേർക്കും. അടുക്കള ജോലികൾ സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണോ എന്നാണ്. അല്ല, ഭർത്താവ് കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. രണ്ടാളും ഹെൽപ്പ് ചെയ്യണം. സ്ത്രീകൾക്ക് മാത്രം ഇല്ല, അവകാശപ്പെട്ടല്ല, ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അടുക്കള ജോലി സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണോ എന്നാണ്. അല്ല, എല്ലാവർക്കും തുല്യമാണ്, തുല്യ അവകാശമുള്ളതാണ്. കാരണം ഭക്ഷണം ആർക്ക് കഴിക്കണോ അവർ ജോലി ചെയ്തേ മതിയാവും. നിങ്ങൾ കൂടുതൽ അടുക്കളയിൽ കയറുന്ന ഒരാളാണ് അല്ലേ? അതെ അതെ, ഭാര്യയെ സഹായിക്കാറുണ്ട്. നിങ്ങളുടെ ജോലിന്റെ പരിപാടി. അതെ അതെ അതെ. വൈഫ് ഹെൽപ്പ് ചെയ്ത് വൈഫ വെച്ചേരാറ്. അതെ അതെ അതെ, അത് ഒരു അവകാശമായതുകൊണ്ട് നമ്മളതിൽ കൈ കടത്തുന്നില്ല എന്ന് മാത്രം. എന്ത് പേര്? അപർണ. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അടുക്കള ജോലി സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണോ എന്നാണ്. അല്ല, പുരുഷന്മാർക്കും പുരുഷന്മാർക്ക് ചെയ്യാവുന്നതാണ്. രണ്ടുപേർക്കും ഒരേ അവകാശമാണ്. അതെ, അവകാശമല്ല, ചെയ്താൽ നല്ലത്, ചെയ്യുന്നതാണ് നല്ലത്. നിർബന്ധിച്ച് ചെയ്യിക്കുന്നതിൽ കാര്യമില്ല, അവരെന്നെ അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും രണ്ടുപേരും ഈക്വലായിട്ട് അടുക്കള ജോലി ചെയ്യണമെന്നാണ് അല്ലേ? അങ്ങനെ ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റുന്ന ഫീൽഡ് ഉണ്ട്. പുരുഷന്മാർക്ക് ചെയ്യാൻ കൂടുതൽ എവിടെയാണോ ഇപ്പോൾ കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ആ സമയത്ത് കുട്ടികളെ നല്ലോണം മാനേജ് ചെയ്യും. ആ സമയത്ത് ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യും. അങ്ങനെ ഇന്ന ജോലി ഇന്നയാൾക്ക് ഫിക്സഡ് ആയിട്ട് പറയുന്നതിലും നല്ലത് അറിഞ്ഞുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഈക്വലായിട്ട് ഷെയർ ചെയ്യും. ഒരാൾക്കൊരു ബേർഡൻ ഇല്ലാത്ത രീതിയിൽ ഷെയർ ചെയ്യും. അടുക്കള ജോലി സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണോ? അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ചെയ്തൂടെ? എല്ലാവർക്കും ചെയ്യാം. സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ട അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായത്തിലും? എല്ലാവർക്കും ചെയ്യാലോ, കുഴപ്പമൊന്നുമില്ല. അവരെ ഹെൽപ്പ് ചെയ്യാന്നാണ് അല്ലേ? നമസ്കാരം. എൻ്റെ പേര് ആര്യ. ദേവ. നിഷ. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാലേ അടുക്കള ജോലി സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണോ എന്നാണ്. അടുക്കള ജോലി സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണോ എന്നാണ്. അല്ല, സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതല്ല. അല്ല, പുരുഷന്മാരും കൂടി സഹായിക്കേണ്ടതാണ്. എന്താ വെച്ചാല് ഈ സ്ത്രീകൾക്ക് വയ്യാതെ വരുമ്പോൾ മാത്രമല്ല പുരുഷന്മാർ സഹായിക്കേണ്ടത്. എപ്പോഴും വീട്ടിലുണ്ടാവുമ്പോൾ ഒരു നേരെങ്കിലും ഒന്ന് കിച്ചണിൽ കയറി എന്തെങ്കിലും ചെയ്തു തരണോ എന്നുള്ള ചോദ്യമെങ്കിലും മതി ഓരോ സ്ത്രീക്കും മനസ്സിൽ സന്തോഷം വരാൻ. നല്ല ഉത്തരം. നിങ്ങളെ അഭിപ്രായം എന്താ? എല്ലാവരും ഈക്വൽ ഇരിക്കണം, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ എന്റെ അച്ഛനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അമ്മയ്ക്ക്, അതുപോലെ എല്ലാവരും ചെയ്യണം. അങ്ങനെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം അപ്പൊ വീട്ടിൽ തന്നെയാണെങ്കിൽ ഏട്ടനും തന്നെ സഹായിക്കാറുണ്ട്. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അടുക്കള ജോലി സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണോ എന്നാണ് ചോദ്യം. ഒന്നും പറയണ്ട, എല്ലാ സ്ഥലത്തും അത് അടി തന്നെയാണ്. അവര് പറഞ്ഞു മൈ ഡ്യൂട്ടി യുവർ ഡ്യൂട്ടി എന്ന് പറയുന്നു. നമ്മൾ എന്താ ചെയ്യാ, നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ കൈയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പണിക്ക് നിറയില്ല എന്നാ പറഞ്ഞു പ്ലേറ്റിനൊക്കെ. നമ്മൾ എന്താ ചെയ്യാട്ടാ? അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുക.
അവര് നമ്മൾ പറയുന്നത് നമ്മൾ കേൾക്കൂല. ഞാൻ കാര്യം തുറന്ന് പറയുന്നുണ്ടാ. അപ്പൊ അതിന് പേരില്ല നമ്മൾ അവരെ വെക്കുന്ന ഫുഡിനെ കളി സൂപ്പറായി നമ്മളും വെക്കാൻ അറിയാം. നിങ്ങളിപ്പം പറഞ്ഞല്ലോ അതേമാതിരി അവർക്കും വെക്കുന്നുണ്ട്, അടിപൊളിയാ, കുറ്റം പറയാനില്ല. ഒരു കൈപ്പൊരുത്താണ്. അതുകൊണ്ട് അവരെ നമ്മൾ കാച്ചു പിടിച്ച് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കരുപ്പല്ല അവരെ നമ്മൾ തുപ്പിടും. എന്തായാലും ഫുഡ് സൂപ്പറാ, എങ്ങനെ ആയാലും അതെവിടെ വേണം ഞങ്ങൾക്ക് വേണ്ട. നമ്മൾ ഇത്ര കാലം നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് പൂതി തീർന്നു. 14 വയസ്സ് നമ്മൾ അമ്മ ഉള്ള മാതിരി ലൈഫിൽ ഏറ്റവും വലിയ സമ്പാദ്യം അത് മാത്രമേ. അപ്പോൾ ഇതൊക്കെയാണ് കോഴിക്കോടത്തെ ആളുകളുടെ അഭിപ്രായം. അടുക്കള ഭരണം തുല്യ അവകാശമെന്നും അടുക്കള ഭരണം സ്ത്രീകൾക്ക് മാത്രപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് പല അഭിപ്രായങ്ങളും നമ്മൾ കേട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സി യു. ഇറ്റ്സ് മീ കലാഭവൻ ഷാഫി.